രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും നരേന്ദ്രമോദിയുടെ സ്വരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സ്വന്തമായി വാക്കുകൾ ഇല്ലാത്തതിനാലാവാം നരേന്ദ്രമോദിയുടെ വാക്കുകളെ പിന്തുടരുന്നത്. കേരളത്തിൽ വന്നതും BJPയെ ഉയർത്തിക്കാണിക്കുക എന്ന ലക്ഷ്യത്തോട് തന്നെ. എന്നാൽ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഇന്ത്യയിൽ വർഗീയത വിളമ്പുക മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. 6 മാസം മുമ്പ് മോദിയെ എവിടെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് യാതൊരു താഴും താക്കോലുമില്ലാതെ ഉഴലുകയായിരുന്ന പ്രതിപക്ഷ കക്ഷികളുടെ മുൻപിൽ പ്രതിരോധത്തിന്റെയും പ്രത്യാക്രമണത്തിന്റെയും ശക്തമായ നിര ഉയർന്നു വന്നിരിക്കുന്നു. രാഷ്ട്രീയ ഗണികന്മാർ BJPക്ക് ഏകപക്ഷീയ വിജയം പ്രഖ്യാപിച്ചെടുത്താണ് തുല്യശക്തികളുടെ പോരാട്ടമെന്ന് മാറ്റി പറയാൻ മാധ്യമങ്ങളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും നിർബന്ധിതരാക്കിയത്. ഡൽഹി എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം കേസിനെ തുടർന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കുറ്റവാളിയാണെന്ന് ആരോപിക്കപ്പെട്ടത്. കെജ്രിവാളിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച കോൺഗ്രസ് തന്നെയാണ് അറസ്റ്റിനു ശേഷവും പ്രതിഷേധം ഉയർത്തിയത്. സ്വന്തമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാതെയാണ് കോൺഗ്രസ് ഇപ്പോഴും തുടരുന്നത്. രാഹുൽ ഗാന്ധിയും സഹോദരിയും മുഖ്യമന്ത്രിക്ക് എതിരാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. പത്തനംതിട്ട LDF ലോക്സഭാ സ്ഥാനാർത്ഥി ഡോക്ടർ DM തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കലഞ്ഞൂരിലും പെരുന്നാട്ടിലും ചേർന്ന പൊതുയോഗങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നും മുഖ്യമന്ത്രിക്കെതിരെ എന്തു കേസാണ് ഉള്ളതെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. ഒരു നിലപാടും നയവുമില്ലാത്ത സംഘടനയായി കോൺഗ്രസ് മാറി. രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിലപാടില്ലെന്ന് മാത്രമല്ല, രാമക്ഷേത്ര വിഷയത്തിൽ തുടക്കത്തിൽ മിണ്ടിയതുപോലും ഇല്ല. CPM നിലപാട് വ്യക്തമാക്കിയപ്പോഴാണ് കോൺഗ്രസും നിലപാട് പറഞ്ഞത്. വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാകുന്നില്ല. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യാൻ കോൺഗ്രസിനാകുന്നില്ല. അശോക് ചൗഹാൻ ചെയ്തതുപോലെ കരഞ്ഞു കാലുപിടിച്ച് BJPയിൽ ചേരുന്നവരല്ല CPM ഇടതുപക്ഷ നേതാക്കൾ. അങ്ങനെ നിലപാടെടുക്കാൻ രാഹുലിനും പ്രിയങ്കയ്ക്കും ആകില്ല. കേരള സമൂഹത്തെ വിജ്ഞാന സമൂഹമായി മാറ്റി വിജ്ഞാന സമ്പത്തിൽ എത്തിക്കുകയാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.